സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മീനും മീഡിയനും മോഡും ഒക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ കമ്പൈൻഡ് സ്റ്റഡിയാണ്. മീൻ, മീഡിയൻ ആൻഡ് മോഡ് എ കമ്പൈൻഡ് സ്റ്റഡി. സോ നമുക്ക് നോക്കാം. ഹൗ ഡു യു ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആവറേജ്? ഒരു അപ്രോപ്രിയേറ്റ് ആവറേജ് എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യും? നമ്മൾ ഇത്രയും നേരം പഠിച്ചത്, അതായത് മീൻ, മീഡിയൻ, മോഡ് ഇതൊക്കെയാണ് ആവറേജസ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളെങ്ങനെ ചൂസ് ചെയ്യും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, The choose of an average is an important and difficult problem. ഒരു ആവറേജ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡിഫിക്കൽട്ടും ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇഫ് യു ചൂസ് എ റോങ് ആവറേജ്, ഇനാക്യുറേറ്റ് കൺക്ലൂഷൻസ് ആർ ലൈക്ലി ടു ഫോളോ. നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ആവറേജാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് കിട്ടണമെന്നില്ല. So the choice of particular average depends on the distribution of data and the purpose for which the measure is to be used. നമ്മുടെ ചോയ്സ് ഓഫ് ആവറേജ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡേറ്റ, തന്നിരിക്കുന്ന ഡേറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ വെച്ചും ആൻഡ് ദ പർപ്പസ് ഫോർ വിച്ച് ദ മെഷർ ഇസ് ടു ബി യൂസ്ഡ്, അതിൻ്റെ പർപ്പസും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ആവറേജ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അരിത്തമെറ്റിക് മീൻ ഈസ് ജനറലി എ ഗുഡ് ആവറേജ്. അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് ഒരു നല്ല ആവറേജ് ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ടു ബി യൂസ്ഡ് വെൻ. അത് എപ്പോഴാണ് അരിത്തമെറ്റിക് മീൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നത്? ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഹൈലി സ്ക്യൂഡ്. ഡിസ്ട്രിബ്യൂഷൻ ഹൈലി സ്ക്യൂഡ് ആവുമ്പം ദ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് ഓപ്പൺ എൻഡ് ക്ലാസ്സസ്. ഓപ്പൺ എൻഡ് ക്ലാസ്സസ് ആവും. നമ്മൾ ചെയ്തായിരുന്നല്ലോ 2-3 എക്സാമ്പിൾ ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ, ഓപ്പൺ എൻഡ് ക്ലാസ്സസിൻ്റെ എക്സാമ്പിൾസ്. ഓപ്പൺ എൻഡ് ക്ലാസ് ഡിസ്ട്രിബ്യൂഷനാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അരിത്തമെറ്റിക് മീൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ദ ആവറേജ് റിക്വയർഡ് ഈസ് ഫോർ റേറ്റ്സ്, റേഷ്യോസ് ആൻഡ് പെർസെൻറ്റേജ്. ആവറേജ്, അതായത് റേറ്റ്സിനും റേഷ്യോസും പെർസെൻറ്റേജസും ഒക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അരിത്തമെറ്റിക് മീൻ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. When the data are not capable of direct measurement or when the distribution is of open-end classes, median is suitable. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ ഏത് ആവറേജാണ് യൂസ് ചെയ്യുന്നത്? മീഡിയൻ ആണ് യൂസ് ചെയ്യുന്നത്. മോഡ് ഈസ് വെരി ഓഫൺ ഇൽ ഡിഫൈൻഡ്. മോഡ് മിക്കവാറും തന്നെ ഇൽ ഡിഫൈൻഡ് ആയിരിക്കും. എന്തായിരിക്കും ഇൽ ഡിഫൈൻഡ് കേസ്? നമ്മൾ മോഡിൻ്റെ പ്രോബ്ലംസ് ഒത്തിരി ചെയ്താൽ നിങ്ങളതൊക്കെ നോക്കിയെങ്കിൽ നിനക്കിത് വായിച്ചാൽ മനസ്സിലാവും. നോക്കിയാലേ മനസ്സിലാവുള്ളൂ, പ്രീവിയസ് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്രോബ്ലംസ് ഇൻവോൾവിംഗ് ദ എക്സ്പ്രഷൻ ഓഫ് പ്രിഫറൻസ്. ഇനി വാട്ട് ആർ പൊസിഷണൽ ആവറേജസ് ആൻഡ് മാത്തമാറ്റിക്കൽ ആവറേജസ്? എന്താണ് പൊസിഷണൽ ആവറേജും മാത്തമാറ്റിക്കൽ ആവറേജും? വെൻ ആൻ ആവറേജ് ഈസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ പൊസിഷൻ ഇറ്റ് ഈസ് കോൾഡ് എ പൊസിഷണൽ ആവറേജ്. അതായത് ഒരു ആവറേജ് എന്തിനെ ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത്? അതിൻ്റെ പൊസിഷനെ ഡിറ്റർമിൻ ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പൊസിഷണൽ ആവറേജ് എന്ന് പറയും. ഇറ്റ് ലൈസ് അറ്റ് ദ മിഡിൽ പൊസിഷൻ. അത് മിക്കവാറും മിഡിൽ പൊസിഷനിലായിരിക്കും കാണുന്നത്. എ മാത്തമാറ്റിക്കൽ ആവറേജ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ അപ്ലൈയിങ് സം മാത്തമാറ്റിക്കൽ ടെക്നിക്. മാത്തമാറ്റിക്കൽ ആവറേജ് എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ അതിലേക്ക് മാത്തമാറ്റിക്കൽ ടെക്നിക് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മാത്തമാറ്റിക്കൽ ആവറേജ് കിട്ടുന്നത്. അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ ആർ മാത്തമാറ്റിക്കൽ ആവറേജ്. എന്തൊക്കെയാണ് മാത്തമാറ്റിക്കൽ ആവറേജ്? അരിത്തമെറ്റിക് മീൻ, അത് നമ്മൾ പഠിച്ചു. ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ, അത് നമ്മളിനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആർ മാത്തമാറ്റിക്കൽ ആവറേജസ്. മീഡിയൻ എന്ന് പറയുന്ന ഒരു പൊസിഷണൽ ആവറേജ്, അത് മിഡിൽ വാല്യൂ യൂസ് ചെയ്തിട്ടല്ലേ കണ്ടുപിടിക്കുന്നത്. സോ മീഡിയൻ ഈസ് എ പൊസിഷണൽ ആവറേജ്. ദ വാല്യൂ ഓഫ് പൊസിഷണൽ ആവറേജ് നീഡ് നോട്ട് ചേഞ്ച് അലോങ് വിത്ത് ചേഞ്ചസ് ഇൻ അതർ വാല്യൂസ്. പൊസിഷണൽ ആവറേജിൻ്റെ വാല്യൂസ് മാറണമെന്നില്ല. എന്തിനെ ബേസ് ചെയ്ത്? ചേഞ്ച് അലോങ് വിത്ത് ദ ചേഞ്ചസ് ഇൻ അതർ വാല്യൂസ്. മറ്റുള്ള വാല്യൂസ് മാറുന്നതനുസരിച്ച് വാല്യൂ ഓഫ് പൊസിഷണൽ ആവറേജ് മാറണമെന്നില്ല. While mathematical averages changes along with change with values of the series. Next, compare and contrast mean, median and mode. അവ തമ്മിലുള്ള കമ്പാരിസണും കോൺട്രാസ്റ്റും ആണ് പറയുന്നത് അടുത്തത്. മീൻ ഇസ് എ മാത്തമാറ്റിക്കൽ ആവറേജ് വൈൽ മീഡിയൻ ആൻഡ് മോഡ് ആർ നോട്ട്. മീൻ ഒരു മാത്തമാറ്റിക്കൽ ആവറേജ് ആണ്, മീഡിയനും മോഡും അല്ല. മീൻ ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ വൈൽ മീഡിയൻ ഇസ് ദ മിഡിൽ ഐറ്റം ആൻഡ് മോഡ് ഈസ് കോമൺലി ഫൗണ്ട് ഐറ്റം. അതൊക്കെ ജസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണല്ലോ. മീൻ ഈസ് കേപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്. മീൻ എന്ന് പറയുന്നത് കുറേ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. വൈൽ മീഡിയൻ ആൻഡ് മോഡ് ആർ നോട്ട് കേപ്പബിൾ ഓഫ് മോർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്. മീഡിയൻ ആൻഡ് മോഡ് ആർ വാല്യൂസ് ഫൗണ്ട് ഇൻ ദ സീരീസ് വൈൽ മീൻ ഇസ് നോട്ട് നെസസറിലി ബി സച്ച് എ വാല്യൂ. മീഡിയനും മോഡ് നമുക്ക് ചിലപ്പോൾ സീരീസിനകത്ത് നോക്കിയാൽ അറിയാം, പക്ഷേ മീൻ അങ്ങനെ നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. മീഡിയൻ ആൻഡ് മോഡ് ക്യാൻ ബി ഗ്രാഫിക്കലി ലൊക്കേറ്റഡ്. മീഡിയനും മോഡ് നമ്മൾ ഗ്രാഫിക്കലി ലൊക്കേറ്റ് ചെയ്യാം. ബട്ട് മീൻ കനോട്ട് ജനറലി ബി
ഇവിടെ ടെക്സ്റ്റിൽ മീൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, മീൻ അല്ല മോഡാണ്. മീഡിയൻ ആൻഡ് മോഡ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ മിയർ ഇൻസ്പെക്ഷൻ വൈൽ മീൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ കാൽക്കുലേഷൻ. മീൻ നമുക്ക് കാൽക്കുലേഷൻ ചെയ്തേ കിട്ടുള്ളൂ. പക്ഷേ മീഡിയൻ ആൻഡ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ചിലപ്പോൾ ആ സീരീസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് നമുക്ക് മീഡിയൻ ഏതാണെന്നും മോഡ് ഏതാണെന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മീൻ ഈസ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റംസ് വൈൽ മീഡിയൻ ആൻഡ് മോഡ് ആർ നോട്ട് മച്ച് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റംസ്. മോഡ് ഈസ് ഇൽ ഡിഫൈൻഡ് ഇൻ സം കേസസ് ബട്ട് മീഡിയൻ ആൻഡ് മീൻ ആർ വെൽ ഡിഫൈൻഡ് ഇൻ ഓൾ കേസസ്. മോഡ് എന്ന് പറയുന്നത് ചില കേസസിൽ എന്താ ഇൽ ഡിഫൈൻഡ് ആണ്, പക്ഷേ മീനും മീഡിയനും എന്താണ് ഡിഫൈൻഡ്, വെൽ ഡിഫൈൻഡ് ആണ് ഇൻ ഓൾ കേസസ്. ഓക്കെ, സോ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ് ചോദിച്ചാൽ ഇത് വേണം എഴുതാൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. എന്താ നോക്കി, കാൽക്കുലേറ്റ് മീൻ, മീഡിയൻ ആൻഡ് മോഡ് ഫ്രം ദ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ 10 സ്റ്റുഡൻസ് ഗിവൺ ബിലോ. സോ നമുക്ക് റോൾ നമ്പർ തന്നിട്ടുണ്ട്, മാർക്സും തന്നിട്ടുണ്ട്. സോ അതിന് നമ്മൾ ടേബിളാക്കി എഴുതി, കണ്ടോ, എക്സ് ഇൻ ഇൻക്രീസിങ് ഓർഡറിൽ വേണം അത് എഴുതാൻ, അതായത് അസെൻഡിങ് ഓർഡറിൽ. ഇതിന് തന്നിരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ സീരീസ് ആണല്ലോ, സോ അതിനെ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ എഴുതി, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആദ്യം എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ അതിൻ്റെ സം കണ്ടുപിടിച്ചു. ഇത് ഫുള്ള് ടോട്ടൽ ചെയ്ത് അതിൻ്റെ സം കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, മീൻ കണ്ടുപിടിക്കാം. മീൻ കണ്ടുപിടിക്കുന്നതിൻ്റെ ഫോമുല എന്താണ്, സിഗ്മ എക്സ് ബൈ എൻ. ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസിലാണ് നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നത്. സോ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബൈ എൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ വാല്യൂ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ്. എത്ര വാല്യൂസ് ഉണ്ട്, 10, വിച്ച് ഇസ് ഈക്വൽ ടു 37.4. ഇനി മീഡിയൻ നോക്കിയാൽ, മീഡിയൻ കണ്ടുപിടിക്കുന്നത് ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ഫോമുല ഇട്ടിട്ടാണ്. സോ സൈസ് ഓഫ് n+1/2 ഐറ്റം ഏതാ, n എത്രയാണ് ഇവിടെ, 10 അല്ലേ. 10+1/2 11/2 എന്ന് പറയുന്നത് എന്നാൽ 5.5 ഐറ്റം. സോ 5.5 ഐറ്റം ഇങ്ങനെ ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പാടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മിഡിലിൽ കിടക്കുന്ന രണ്ട് വാല്യൂസ്, അതായത് ഇപ്പോൾ ഈ 32ഉം 38ഉം ആണല്ലോ മിഡിൽ കിടക്കുന്ന രണ്ട് വാല്യൂസ്, അതിൻ്റെ ആവറേജ് എടുക്കും. സോ നമുക്ക് എന്ത് കിട്ടും, 35. സോ അതിൻ്റെ 5.5 ഐറ്റം എന്ന് പറയുന്നത് എത്രയാണ്, 35. സോ മീഡിയൻ എന്ന് പറയുന്നത് 35. ഇനി ഈച്ച് ഐറ്റം അപ്പിയേഴ്സ് ഓൺലി വൺസ്. സോ മോഡ് ഈസ് ഇൽ ഡിഫൈൻഡ്. മോഡ് ഇൽ ഡിഫൈൻഡ് ആണ്, കാരണം എല്ലാ ഐറ്റംസും ഒറ്റ തവണയല്ലേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് മോഡ് ഇൽ ഡിഫൈൻഡ്. പല തവണയായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മോഡ് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഒറ്റ തവണയല്ലേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. സോ മോഡ് ഈസ് ഇൽ ഡിഫൈൻഡ്. ദെയർഫോർ മോഡ് ഇൽ ഡിഫൈൻഡ് ആവുന്ന കേസിൽ മോഡിൻ്റെ ഫോമുല എന്താണ്, 3 മീഡിയൻ മൈനസ് 2 മോഡ്. നമ്മൾ മീഡിയനും മോഡും കണ്ടുപിടിച്ചു. സോ 3 × 3.5 മൈനസ് 2 × 37.4 വിച്ച് ഇസ് ഈക്വൽ ടു 105 മൈനസ് 74.8 വിച്ച് ഇസ് ഈക്വൽ ടു 13.2. സോ ഇങ്ങനെയാണ് ഇൻഡിവിജ്വൽ കേസിൽ അവർ മീൻ, മീഡിയൻ, മോഡും കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഫൈൻഡ് ദ മിസ്സിംഗ് ഫ്രീക്വൻസി ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. നമുക്ക് ഫ്രീക്വൻസി എന്താ കണ്ടുപിടിക്കേണ്ട, ഒരു ഫ്രീക്വൻസി ഇതിനകത്ത് തന്നിട്ടില്ല. അപ്പം ആ മിസ്സിംഗ് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ക്ലാസ് ഇൻ്റർവെൽ തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, അതിലിടയ്ക്കുള്ള ഒരു മിസ്സിംഗ് ഫ്രീക്വൻസിയാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഗീവൺ ദ മീൻ മാർക്ക് ഈസ് 16.82. നമുക്ക് മീനും തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, മിസ്സിംഗ് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളിത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ഇതിനകത്ത് മീൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ ആ ഫോമുലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, കണ്ടോ. ഇനി നമുക്ക് തന്നിരിക്കുന്നതെല്ലാം നമ്മൾ എഴുതാണ്. മാർക്സ് എഴുതി, അതിൻ്റെ മിഡിൽ വാല്യൂ അതായത് എക്സ് എന്താണെന്ന് എഴുതി. എക്സ് അല്ല, മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് മിഡ് വാല്യൂസ് കിട്ടും. കറസ്പോണ്ടിങ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. നമ്മൾ ആ മിസ്സിംഗ് ഫ്രീക്വൻസിയെ എക്സ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. നമുക്ക് അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മിസ്സിംഗ് ഫ്രീക്വൻസി എക്സ് ആയിട്ട് എടുത്തു. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ക്വസ്റ്റ്യനിൽ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, മിസ്സിംഗ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ ഡി ഡാഷ് കണ്ടുപിടിക്കുന്നു. ഡി ഡാഷ് എന്താ ഇവിടെ, ഡി ഡാഷ് നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ അരിത്തമെറ്റിക് മീനിൻ്റെ ഡി ഡാഷിൻ്റെ വാല്യൂ നമ്മൾ എന്താന്ന് പറഞ്ഞത്, ഡി ഡാഷ് എന്ന് പറയുന്നത് x-a/c എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഡി ഡാഷ് കണ്ടുപിടിക്കുക, എഫ് ഡി ഡാഷും കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഫോമുലയിലേക്ക് അപ്ലൈ ചെയ്യുക. ഫോമുലയിൽ നമുക്ക് എക്സ് ബാർ എന്താണെന്ന് തന്നിട്ടുണ്ട്. എക്സ് ബാർ എന്ന് പറയുന്നത് 16.82 ആണെന്ന് അറിയാം. ഇറ്റ്സ് ഈക്വൽ ടു a പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ n ഇൻറ്റു സി. എ ഇവിടെ അവരെടുത്തിരിക്കുന്നത് 17.5 ആണ്. നമുക്കിതിൽ ഏത് വാല്യൂസ് വേണമെങ്കിലും എടുക്കാം, നമ്മുടെ കൺവീനിയൻസ്, അതായത് ചെയ്താൽ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 17.5 ആണ്. സോ a 17.5 പ്ലസ് സിഗ്മ എഫ് ഇൻറ്റു ഡി ഡാഷ് എത്ര കിട്ടിയത്, സമ്മ -12 ഡിവൈഡഡ് ബൈ n ഇൻറ്റു 5. സോ ഇത് നമ്മൾ സിംപ്ലിഫൈ, n എന്താ ഇവിടെ, n എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ സമ്മല്ലേ. സോ ഫ്രീക്വൻസിക്കകത്തൊരു മിസ്സിംഗ് ഫ്രീക്വൻസി എക്സ് ഉണ്ടല്ലോ, ആ എക്സിനെ നമ്മൾ അവിടെ ഇട്ടിട്ട് ബാക്കി നമ്പേഴ്സ് എല്ലാം സം ചെയ്യുമ്പോൾ 70 കിട്ടും. പ്ലസ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, n കിട്ടും. സോ ഇതെല്ലാം കൂടെ അതായത് നമുക്ക് n ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്
ഫ്രീക്വൻസിയുടെ ടോട്ടലാണല്ലോ n എന്ന് പറയുന്നത്. അതായത് ഫ്രീക്വൻസി എല്ലാം ഈ ഫ്രീക്വൻസി എല്ലാം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് n കിട്ടുന്നത്. സോ ഫ്രീക്വൻസി n എന്ന് പറയുന്നത് എന്തുവാണ്? 10 പ്ലസ് 12 പ്ലസ് 16 പ്ലസ് എക്സ് എന്ന് പറയുന്നത് മിസ്സിങ് ഫ്രീക്വൻസി, അത് നമുക്ക് കണ്ടുപിടിക്കണം. പ്ലസ് 14 പ്ലസ് 10 പ്ലസ് 8 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് n കിട്ടുന്നത്. സോ 10 പ്ലസ് 12 പ്ലസ് 16 പ്ലസ് 14 പ്ലസ് 10 പ്ലസ് 8 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 70 പ്ലസ് എക്സ്. അത് നമുക്ക് കണ്ടുപിടിക്കണം. സോ n എന്ന് പറയുന്നത് എത്രയാണ്? 70 പ്ലസ് എക്സ് ആണ്. ഇനി നോക്കിയേ, 60/n, അതായത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 60/n ഇസ് ഈക്വൽ ടു 0.68 എന്ന് കിട്ടും. ദാറ്റ് ഇസ് n ഇസ് ഈക്വൽ ടു 88, നിയർലി 88 എന്ന് നമുക്ക് കിട്ടും. അതായത് 88.2 ആണ്. ആ 2നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പോയിൻറ്റിന് ശേഷം 0.5 ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് കൺസിഡർ ചെയ്യുള്ളൂ. 0.2 ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. അതിനെ അപ്രോക്സിമേറ്റ് ആയിട്ട് 88 എന്ന് എടുത്തു. സോ n നമുക്ക് എന്തായിരുന്നു? 70 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 88 എന്ന് കിട്ടി. ഇതിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എക്സ് എത്രയാണ് കിട്ടിയത്? 18. സോ മിസ്സിംഗ് ഫ്രീക്വൻസി എന്താണ്? 18. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 100 ഫാമിലീസ് ഗിവൺ ബിലോ, ദ നമ്പർ ഓഫ് ഫാമിലീസ് കറസ്പോണ്ടിങ് ടു ദ എക്സ്പെൻഡിച്ചർ ഗ്രൂപ്പ് 20 to 40 ആൻഡ് 60 to 80 ആർ മിസ്സിംഗ്. 20 to 40യും 60 to 80യുടെ ഫ്രീക്വൻസി മിസ്സിംഗ് ആണ്. ഹൗവർ ദ മീൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോൺ ടു ബി 50. മീൻ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 50 എന്നുണ്ട്. ഫൈൻഡ് ദ മിസ്സിംഗ് ഫ്രീക്വൻസീസ്. സോ മിസ്സിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. നമുക്ക് ക്ലാസ് ഇൻ്റർവെൽ തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ക്ലാസ് ഇൻ്റർവെൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ് വാല്യൂ കണ്ടുപിടിക്കുക. അതായത് മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. പിന്നെ ഡി ഡാഷ് കണ്ടുപിടിക്കുക. ഡി ഡാഷ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഞാൻ പറഞ്ഞല്ലോ, എക്സ് മൈനസ് എ ബൈ സി ആൻഡ് എഫ് ഇൻറ്റു ഡി ഡാഷ്. ഈ എഫ് ഇൻറ്റു ഡി ഡാഷ് ചെയ്യുമ്പം കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ മീനിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ മീൻ എത്രയാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്? 50 ആണ് തന്നിരിക്കുന്നത്. സോ മീനിൻ്റെ ഇക്വേഷൻ എന്താ? എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഇൻറ്റു സി വിച്ച് ഇസ് ഈക്വൽ ടു 50. എ നമുക്ക് ഇവിടെ എത്രയാണ് അവരെടുത്തിരിക്കുന്നത്? 30 ആണ് എ എന്ന് പറയുന്ന വാല്യൂ എടുത്തിരിക്കുന്നത്, ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ 30 പ്ലസ് സിഗ്മ എഫ് ഇൻറ്റു ഡി ഡാഷ് എത്രയാണ്? ഒരു മിസ്സിംഗ് ഫ്രീക്വൻസി എക്സ് ആയിട്ടും ഇവിടെ 2 ഫ്രീക്വൻസിയാണ് മിസ്സിംഗ് ആണ്. സോ ഒരെണ്ണത്തിന് അവർ എക്സ് ആയിട്ടും ഒരെണ്ണത്തിന് അവർ വൈ ആയിട്ടുമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. എന്നിട്ട് എഫ് ഡി ഡാഷ് കണ്ടുപിടിച്ചു. എഫ് ഡി ഡാഷ് എന്താ? ഇതിൻ്റെ എല്ലാം സം എന്ന് പറയുന്നത് 58 പ്ലസ് 2y. 2y വന്നത് എവിടെ നിന്നാണ്? ഈ y ഇൻറ്റു ഡി ഡാഷ് 2 ചെയ്യുമ്പോഴാണ് 2y കിട്ടിയത്. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ സിഗ്മ എഫ് ഡി ഡാഷ് എത്ര കിട്ടിയേ? 58 പ്ലസ് 2y എന്ന് കിട്ടി. ഈ എക്സ് 0 ആയി പോകും. കാരണം എന്താ? എക്സ് ഇൻറ്റു ഡി ഡാഷ് 0 തന്നെയല്ലേ. സോ ഇവിടെ y എന്ന് പറഞ്ഞ ടേം മാത്രമേ വന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം നമുക്ക് എഫ് ഡി ഡാഷ് കിട്ടും. എഫ് ഡി ഡാഷ് എന്ന് പറയുന്നത് 58 പ്ലസ് 2y. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സും വൈയും ആണ്. സോ നമ്മൾ എഫ് ഡി ഡാഷിന് പകരം എന്ത് എഴുതി? 58 പ്ലസ് 2y ബൈ n എന്ന് പറയുന്നത് എത്രയാണ്? 100 ഇൻറ്റു സി എന്ന് പറയുന്ന ക്ലാസ് ഇൻ്റർവെൽ. ഓരോ ക്ലാസ് ഇൻ്റർവെലിൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 20 വിച്ച് ഈസ് ഈക്വൽ ടു 50. ഇനി നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യുക. ഈ 30യെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ 50 മൈനസ് 30 ആയി. 50 മൈനസ് 30 എത്രയാണ്? 20 അല്ലേ? ഓക്കെ. 50 മൈനസ് 30 20 കിട്ടി. ഇനി 100നെയും 20യും അവർ സിംപ്ലിഫൈ ചെയ്തിട്ട് 58 പ്ലസ് 2y എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് 58 പ്ലസ് 2y എന്ന് പറയുന്നത് എന്താ? ഈ 5 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പം 100 കിട്ടും. സോ 2y ഇസ് ഈക്വൽ ടു 100 മൈനസ് 58 വിച്ച് ഇസ് ഈക്വൽ ടു 42 ആൻഡ് വൈയുടെ വാല്യൂ എത്ര കിട്ടി? 21 കിട്ടി. ഇനി ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കിയാൽ, ഈ ഫ്രീക്വൻസിയുടെ എക്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം തന്നിട്ടുണ്ട് n എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. 100 ഫാമിലീസിൻ്റെ കേസസ് ആണ് തന്നിരിക്കുന്നത്. സോ n 100 ആണ് തന്നിട്ടുണ്ട് അല്ലേ? സോ 100 ഇതിൽ നിന്ന് നമുക്ക് എന്നിട്ട് സിഗ്മ എഫ് എന്ന് പറയുന്നത് 100 ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. y നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ, n എന്ന് പറയുന്നത് 100 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ n എത്രയാണ്? n എന്ന് പറയുന്ന ആ ഫ്രീക്വൻസിയുടെ എല്ലാം സമ്മ ദാറ്റ് ഈസ് 14 പ്ലസ് എക്സ് പ്ലസ് 27 പ്ലസ് വൈ പ്ലസ് 15 വിച്ച് ഇസ് ഈക്വൽ ടു 100. അതായത് നമുക്ക് y എത്രയാണ് കിട്ടിയത്? y എന്ന് പറയുന്നത് 21 കിട്ടി. ദാറ്റ് ഈസ് 14 പ്ലസ് എക്സ് പ്ലസ് 27 പ്ലസ് 21 പ്ലസ് 15 ഇസ് ഈക്വൽ ടു 100. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കുക? എക്സ് കണ്ടുപിടിക്കും. സോ എക്സ് ഇവിടെ കിടന്നിട്ട് ഈ വാല്യൂസ് എല്ലാം അങ്ങോട്ടേക്ക് പോകുമല്ലോ. ദാറ്റ് ഈസ് 100 മൈനസ് 14 പ്ലസ് 27 പ്ലസ് 21 പ്ലസ് 15 വിച്ച് ഈസ് ഈക്വൽ ടു 100 മൈനസ് ഇത് ഇത്രയും പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 77. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മൈനസ് 77 എത്രയാണ്? 23.
സോ നമുക്ക് എക്സും കിട്ടി വൈയും കിട്ടി. ഓക്കെ, സോ നമ്മുടെ മിസ്സിംഗ് ഫ്രീക്വൻസീസ് എന്താണ്? 23 ആൻഡ് 21. എങ്ങനെയാണ് മിസ്സിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായി. നിങ്ങളിത് നോട്ടിലേക്ക് എഴുതുമ്പോൾ മനസ്സിലാക്കി എഴുതിയാലേ വളരെ ഈസിയാണിത് കേട്ടോ. നോട്ടിലേക്ക് എഴുതി മനസ്സിലാക്കി എഴുതിയാലേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ നിങ്ങൾ നോട്ടിൽ എഴുതുമ്പം അത് പഠിച്ചുകൊണ്ട് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ അതും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എന്താ തന്നിരിക്കുന്നത്? ഫൈൻഡ് ദ മിസ്സിംഗ് ഫ്രീക്വൻസി ഓഫ് ദ ഫോളോയിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഈസ് നോൺ ദാറ്റ് ദ മീഡിയൻ തന്നിട്ടുണ്ട്, ടോട്ടൽ ഫ്രീക്വൻസി 100 ആണ് തന്നിട്ടുണ്ട്. സോ നമ്മൾ മീഡിയൻ്റെ ഫോർമുല ഇട്ടിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടത്? മിസ്സിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അത് നിങ്ങൾ മീഡിയൻ്റെ ഫോർമുല ഇട്ട് നേരത്തെ കുറേ ചെയ്തിട്ടില്ല, എക്സസൈസ് ക്വസ്റ്റ്യൻ കുറേ തന്നിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഇതും അതേപോലെ തന്നെ ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് എമംഗ് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. മീൻ, മീഡിയൻ, മോഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻസ് മീനും മീഡിയനും മോഡും എല്ലാം ഈക്വലാണ്. അതായത് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മീനും മീഡിയനും മോഡും ഈക്വലാണ്. ഇൻ ദ കേസ് ഓഫ് മോഡറേറ്റ്ലി അസിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ മീൻ, മീഡിയൻ, മോഡ് വിൽ ഹാവ് ഡിഫറെൻറ്റ് വാല്യൂസ്. അതായത് അസിമെട്രിക്കിൻ്റെ കേസിലോ മീൻ, മീഡിയൻ, മോഡിന് ഡിഫറെൻറ്റ് വാല്യൂസ്, ബട്ട് ദ ഫോളോയിങ് റിലേഷൻ മേ ഹോൾഡ്. ഈ തന്നിരിക്കുന്ന റിലേഷൻ ഹോൾഡ് ചെയ്തിരിക്കും. എന്താണ്? മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഹിയർ എയ്തർ എക്സ് ബാർ ഈസ് ഗ്രേറ്റർ ദാൻ എം ഓർ ഗ്രേറ്റർ ദാൻ ഇസഡ്, ഓർ എക്സ് ബാർ ഇസ് ലെസ് ദാൻ എം ആൻഡ് ലെസ് ദാൻ ഇസഡ്. വേർ എക്സ് ബാർ എന്ന് പറയുന്നത് മീന്, എം എന്ന് പറയുന്നത് മീഡിയൻ, ഇസഡ് എന്ന് പറയുന്നത് മോഡ്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് അസിമെട്രിക് കേസിൻ്റെ കാര്യത്തിൽ മീനും മീഡിയൻ മോഡിൻ്റെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. holding this relation. Okay, next question again, in a certain frequency distribution mean തന്നിട്ടുണ്ട്, മീഡിയൻ തന്നിട്ടുണ്ട്, മോഡ് കണ്ടുപിടിക്കുക. മോഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണെന്ന് നമുക്കറിയാലോ, 3 മീഡിയൻ മൈനസ് 2 മീൻ. സോ ആ വാല്യൂയിലേക്ക് മീഡിയൻ്റെയും മീനിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് മോഡ് കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇൻ എ മോഡറേറ്റ്ലി അസിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ, അസിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസസിൽ ദ മോഡ് ആൻഡ് മീൻ, മോഡും മീനും തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മീഡിയൻ കണ്ടുപിടിക്കണം. മോഡിൻ്റെ ഇക്വേഷൻ എന്താ? 3 മീഡിയൻ മൈനസ് 2 മീൻ. സോ മോഡ് എത്ര തന്നിരിക്കുന്നത്? 32.1 ഇസ് ഈക്വൽ ടു നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കണം, മീനിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട്. സോ 3 മീഡിയൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് പ്ലസ് മീൻ എന്ന് എഴുതാമല്ലോ. അതായത് മോഡിൻ്റെ വാല്യൂ 32.1 പ്ലസ് മീനിൻ്റെ വാല്യൂ എത്രയാണ്? മീൻ 2 മീനാണ്. 2 ഇൻറ്റു മീൻ ചെയ്യുമ്പോൾ 70.82 വിച്ച് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ. സോ മീഡിയൻ്റെ വാല്യൂ എത്രയാണ്? 34.4 എന്ന് കിട്ടും. ഇനി ഫോർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ മീഡിയൻ തന്നിട്ടുണ്ട്, മോഡും തന്നിട്ടുണ്ട്, ഫൈൻഡ് മീൻ, മീൻ കണ്ടുപിടിക്കാം. അതും ആ ഫോർമുലയിലിട്ട് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് മീൻ കിട്ടും. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ജോമെട്രിക് മീൻ ആണ്. എന്താണ് ജോമെട്രിക് മീൻ? നമ്മൾ അരിത്തമെറ്റിക് മീൻ പഠിച്ചു, ഇനി ജോമെട്രിക് മീൻ. അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും എന്താണെന്നാണ് നമ്മൾ കുറച്ച് മുമ്പ് അത് മൂന്നും മാത്തമാറ്റിക്കൽ ആവറേജസ് ആണ്. സോ മീഡിയനും മോഡും എന്താ? പൊസിഷണൽ ആവറേജസും, ഇത് മാത്തമാറ്റിക്കൽ ആവറേജസും ആണ്. സോ നമുക്ക് എന്താണ് ജോമെട്രിക് മീൻ എന്ന് നോക്കാം. ജോമെട്രിക് മീൻ ഈസ് വൺ ഓഫ് ദ മാത്തമാറ്റിക്കൽ ആവറേജസ്. ഇഫ് ദർ ആർ n വാല്യൂസ് ഇൻ എ സീരീസ്, ഒരു സീരീസിനകത്ത് n വാല്യൂസ് ഉണ്ടെങ്കിൽ ദെൻ ദർ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ n വാല്യൂസിൻ്റെ പ്രോഡക്റ്റിൻ്റെ nth റൂട്ട് എന്ന് പറയുന്നതാണ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദെൻ ദർ ജോമെട്രിക് മീൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ nth റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദോസ് n വാല്യൂസ്. നമുക്ക് തന്നിരിക്കുന്ന n വാല്യൂസിൻ്റെ പ്രോഡക്റ്റിൻ്റെ nth റൂട്ട് എന്ന് പറയുന്നതാണ് എന്ത്? ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇഫ് x1 x2 എക്സെട്ര xn ആർ n വാല്യൂസ്, നമുക്ക് കുറച്ച് n വാല്യൂസ് തന്നിട്ടുണ്ട് ഓഫ് എ സീരീസ്, ദെൻ ദ ജോമെട്രിക് മീൻ ഓഫ് ദ സീരീസ് ഈസ്. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂസിൻ്റെ ജോമെട്രിക് മീൻ എന്തായിരിക്കും? nth റൂട്ട്. ഇങ്ങനെയാണ് nth റൂട്ട് ഓഫ് x1 ഇൻറ്റു x2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു xn. ഇതിനെ എങ്ങനെ എഴുതാം? ആൻറ്റി ലോഗ് ഓഫ് ലോഗ് x1 പ്ലസ് ലോഗ് x2 പ്ലസ് എക്സെട്ര പ്ലസ് ലോഗ് xn ബൈ n എന്ന് പറയുന്നത് എന്താ? അത് എത്ര വാല്യൂസ് തന്നിട്ടുണ്ടോ അത്രയും വാല്യൂസിൻ്റെ നമ്പർ വിച്ച് ഇസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് ഇതിൻ്റെ എല്ലാം സമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ലോഗ് എക്സ് ബൈ n എന്ന് എഴുതാമല്ലോ. സോ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ബൈ n. ഇതാണ് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം, എന്നാലേ നമുക്ക് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ജോമെട്രിക് മീൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസിൽ എങ്ങനെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ഫൈൻഡ് ദ ലോഗരിതം ഓഫ് ഓൾ വാല്യൂസ്. നിങ്ങൾക്ക് ലോഗരിതമും ആൻറ്റി ലോഗും കണ്ടുപിടിക്കേണ്ട സാഹചര്യം ഇതിനകത്തുണ്ട്. സോ നിങ്ങൾക്കൊരു ലോഗ് ബുക്ക് വാങ്ങിക്കേണ്ടതാണ്. ലോഗ് ബുക്ക് നമുക്ക് എവിടെ ചോദിച്ചാലും കിട്ടും. ലോഗ് ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോമെട്രിക് മീൻ ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. ഓക്കെ,
ഫൈൻഡ് ദ ലോഗരിതം ഓഫ് ഓൾ വാല്യൂസ്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ എല്ലാം ലോഗരിതം കണ്ടുപിടിക്കണം. അത് നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ദെൻ ആഡ് ദം ആൻഡ് ഡിവൈഡ് ബൈ n. എന്നിട്ട് ആ ലോഗിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അതെല്ലാം ആഡ് ചെയ്തിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും വെച്ച് ഡിവൈഡ് ചെയ്യുക. ദെൻ ഫൈൻഡ് ദ ആൻറ്റി ലോഗ്. ആ കിട്ടുന്ന വാല്യൂവിൻ്റെ ആൻറ്റി ലോഗ് കണ്ടുപിടിക്കുക. ദസ് ദ ഫോർമുല ഈസ്, സോ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ബൈ n. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കി. കാൽക്കുലേറ്റ് ജോമെട്രിക് മീൻ ബൈ ദ ഫോളോവിങ് ഫിഗർ. സോ നമുക്കിതിൻ്റെ ജോമെട്രിക് തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കണം. ജോമെട്രിക് മീൻ കണ്ടുപിടിക്കേണ്ടതിൻ്റെ ഇക്വേഷൻ എന്താണ്? ജോമെട്രിക് മീനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ബൈ n. ഇതാണ് ജോമെട്രിക് മീനിൻ്റെ ഇക്വേഷൻ. സോ നമുക്ക് എന്താ തന്നിട്ടുണ്ട്? എക്സ് തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് എത്ര? എക്സ് വാല്യൂസ് 57.5, 87.75, 53.5, 73.5 ആൻഡ് 81.75 എക്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലോഗ് എക്സ് കണ്ടുപിടിക്കണം. എന്നാലല്ലേ സിഗ്മ ലോഗ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ലോഗ് എക്സ് കണ്ടുപിടിക്കണം. ഓരോ വാല്യൂസിൻ്റെയും ലോഗരിതം കണ്ടുപിടിക്കണം. ഇനി നമ്മൾ ലോഗ് എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ലോഗ് എക്സ് ശ്രദ്ധിച്ച് കേൾക്കുക. ലോഗ് ഓഫ് 57.5. നമ്മൾ എന്തിൻ്റെ ലോഗാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഫസ്റ്റ് വാല്യൂ, അതായത് 57.5ൻ്റെ ലോഗ് കണ്ടുപിടിക്കണം. സോ 57.5ൻ്റെ ലോഗ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഈ പോയിൻറ്റിന് മുമ്പ് എത്ര വാല്യൂസ് ഉണ്ടെന്ന് നോക്കുക. എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 2 ഡിജിറ്റ്സ് ഉണ്ട് അല്ലേ? ഇവിടെ 2 ഡിജിറ്റ്സ് ഉണ്ട്. സോ 2 ഡിജിറ്റ്സ് ഉണ്ട്. നോക്കിയേ, പോയിൻറ്റിന് മുമ്പുള്ള ഡിജിറ്റ്സ് നമ്മൾ നോക്കുക. എത്ര ഡിജിറ്റ് ഉണ്ട്? 1, 2. സോ 2 ഡിജിറ്റ്സ് ഉണ്ട്. ഈ 2 ഡിജിറ്റിന് നമ്മൾ 2 - 1 ചെയ്യുമ്പോൾ എത്രയാണ്? 1 കിട്ടും. അപ്പോൾ നമുക്ക് എത്രയാണ്? 1 കിട്ടി. ആ 1 പോയിൻറ്റ്, ആ 1നെ നമ്മൾ പോയിൻ്റ് ആയിട്ട് എടുത്ത് 1 പോയിൻറ്റ്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വാല്യൂസ് നോക്കി. 5, 7 ആൻഡ് 5 ഉണ്ടല്ലോ. അതിലാദ്യം 57 എടുക്കുക. 57 എടുത്തിട്ട് നമ്മുടെ ലോഗ് ടേബിൾ എടുക്കുക. ലോഗ് ടേബിൾ ആ ബുക്കിനകത്തുണ്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ലോഗരിതം, ലോഗ് ടേബിൾ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഈ ലോഗരിതത്തിനകത്ത് ഇവിടെ ഒരു കോളം ഉണ്ട്, കറസ്പോണ്ടിങ് ആയിട്ട് ഇത്രയും കോളംസ് ഉണ്ട്. ഇവിടെ ഒരു മീൻ ഡിഫറൻസ് ഉണ്ട്. ഇതിനെ പറയുന്നത് മെയിൻ കോളം എന്നാണ്. ഇതിനെ പറയുന്നത്, ഈ ചെറിയ കോളത്തിനെ പറയുന്നത് മീൻ ഡിഫറൻസും, ഈ കോളത്തിനെ പറയുന്നത്, അതായത് 55, അതായത് നോക്കിയേ, ഇവിടെ കണ്ടോ 10, 11, 12, 13, 14 അങ്ങനെ എഴുതിയിരിക്കുന്നതെല്ലാം എന്താണ്? മെയിൻ കോളമാണ്. ഇവിടെ ഈ ചെറിയ തന്നിരിക്കുന്നതെല്ലാം മീൻ ഡിഫറൻസ് ആണ്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, നമുക്ക് എന്താ വേണ്ടത്? ലോഗ് 57.5 ആണ് വേണ്ടത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? പോയിൻറ്റിന് മുമ്പ് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കി. പോയിൻറ്റിന് മുമ്പ് 2 ഡിജിറ്റ് ഉണ്ട്. അതിൽ നിന്ന് 1 കുറച്ചു. 1 കുറയ്ക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ നമ്മൾ 1 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടിയത്? 2 ഡിജിറ്റ്സ് ഉണ്ട്. അതിൽ 1 പോയപ്പം 1 വന്നു. സോ ആ 1 നമ്മളെടുത്തു പോയിൻറ്റ്. ഇനി നമ്മൾ പോയിൻറ്റിന് ശേഷമുള്ള ഭാഗങ്ങളാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. സോ ഇവിടെ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 3 ഡിജിറ്റ്സ് ഉണ്ടല്ലോ. 5, 7, 5 അങ്ങനെ 3 ഡിജിറ്റ്സ് ഉണ്ട്. അതിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് 2 ഡിജിറ്റ് എടുത്തു, 57. ഇനി നോക്കിക്കേ, ഇതിനകത്ത് മെയിൻ കോളത്തിനകത്ത് വരുന്നത് 57 എവിടെ ഉണ്ടെന്ന് നോക്കുക. നോക്കിക്കേ, ഇവിടെ 57 ഇവിടെ വരും. ദിസ് ഇസ് 57. സോ ആ 57 എടുക്കുക. എന്നിട്ടോ 57ൻ്റെ 5, ഈ 5 എവിടെയാണ് വരുന്നത്? ഈ കോളമാണ് നോക്കേണ്ടത്. അടുത്തത് ഈ കോളം നോക്കണം. സോ 57ൻ്റെ നേരെയുള്ള 5ലുള്ള വാല്യൂ എവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്? ഈ വാല്യൂ അല്ലേ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് 5ൻ്റെ? ആ വാല്യൂ എന്താണ്? 7597. സോ 57ൻ്റെ ഈ 5ൽ വരുന്ന കോളത്തിൻ്റെ വാല്യൂ ഏതാണ്? 7597. സോ ആ വാല്യൂ ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്, 7597. സോ ഇതാണ് നമ്മുടെ ലോഗ് 57.5ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ,
എങ്ങനെയാണ് ലോഗ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായി, ഞാൻ ഒന്നുകൂടെ പറയാം. സോ ലോഗ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോഗ് 57.5 ആണ്. അതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് പോയിൻറ്റിന് മുമ്പ് വരുന്ന എത്ര ഡിജിറ്റ്സ് വരുന്നുണ്ടെന്ന് നോക്കുക. ഇവിടെ എത്ര ഡിജിറ്റ്സ് വരുന്നുണ്ട്? 2 ഡിജിറ്റ് വരുന്നുണ്ട്. അതിൽ നിന്ന് 1 കുറയ്ക്കുക. 2 ഡിജിറ്റ് വരുന്നുണ്ട്, അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമ്മൾ എത്ര കിട്ടും? 1 കിട്ടും. സോ ആ 1 എടുക്കുക, 1 പോയിൻറ്റ്. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് 57 മെയിൻ കോളത്തിൽ വരണം. അതായത് ഇതാണല്ലോ മെയിൻ കോളം, അതിൽ വരുന്ന 57 എടുക്കുക. അതിന് നേരെ വരുന്ന 5ാമത്തെ കോളത്തിൽ വരുന്ന വാല്യൂ ഏതാണെന്ന് നോക്കി അത് ഇൻ്റർസെക്റ്റ് ചെയ്യുക. അതേത് വാല്യൂ ആണ്? 7597. ആ വാല്യൂ എടുക്കുക. ആ വാല്യൂ ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ലോഗ് 57.5ൻ്റെ വാല്യൂ എത്രയാണ്? 1.7597. അത് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ലോഗ് കണ്ടുപിടിക്കേണ്ട ലോഗ് 87.75. ഇതിൻ്റെ ലോഗ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ പോയിൻറ്റിന് മുമ്പ് എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട്. അതിൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 1 പോയിൻറ്റ്. ഇനി നമ്മൾ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 8775. അതിൽ 87ൻ്റെ മെയിൻ കോളം നമ്മൾ നോക്കുക. ഇതിനകത്ത് 87 മെയിൻ കോളം വരുന്നത് ഇവിടെയാണല്ലോ. 87 മെയിൻ കോളം വന്നിട്ട് അതിൻ്റെ 7 നോക്കുക. എവിടെയാണ് 7? ഇതല്ലേ 7? 87ൻ്റെ 7, അത് ഈ വാല്യൂ വരും. ഇനി നമ്മൾ നോക്കിക്കേ, ഇവിടെ 4 ഡിജിറ്റ് ഉണ്ടല്ലേ. 1 2 3 4 4 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ 3 ഡിജിറ്റേ ചെയ്തുള്ളൂ. സോ നമുക്ക് ഈ കോളത്തിൻ്റെ ആവശ്യം വന്നില്ല. ഇവിടെ 4 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം 87ൻ്റെ മെയിൻ കോളത്തിലെ 7ൻ്റെ വാല്യൂ നോക്കി. അതെത്രയാണ് നമുക്ക് കിട്ടിയത്? 9425 ആണ് കിട്ടിയത്. 9425 ആണ് ആ വാല്യൂ കിട്ടിയത്. ഇനി നമ്മൾ ഒരു ഡിജിറ്റ് കൂടെ ഉണ്ടല്ലോ, ആ 5. ആ 5നെ മെയിൻ കോളത്തിൽ എത്രയാണെന്ന് നോക്കണം. അതിന് നേരെ തന്നെ മെയിൻ കോളത്തിൽ എത്രയാണ് 5ൻ്റെ വാല്യൂ? 2 ആണ് വരുന്നത്. സോ അതിൻ്റെ കൂടെ ഒരു 2 ആഡ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 9427 കിട്ടും. ഈ വാല്യൂ ആണ് നമ്മൾ ഈ പോയിൻറ്റിൻ്റെ അവിടെ എഴുതുന്നത്, 9427. മനസ്സിലായോ? നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതിൽ 3 ഡിജിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് ആ മീൻ ഡിഫറൻസ് ഈ കോളത്തിൻ്റെ ആവശ്യം വന്നില്ല. ഈ കോളത്തിൻ്റെ ഇതിനകത്ത് നോക്കിയാൽ 4 ഡിജിറ്റ് ഉണ്ട്. 87.75 ഉണ്ട്. ആദ്യം നമ്മൾ പോയിൻറ്റിന് മുമ്പ് എത്ര ഡിജിറ്റ് ഉണ്ടോ നോക്കി. അതിന് 2 ഡിജിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് 1 കുറച്ചു. അപ്പോൾ എത്ര കിട്ടി? 1 കിട്ടി. ആ 1 എഴുതിയിട്ട് പോയിൻറ്റ്. പിന്നെ നമ്മൾ 87 മെയിൻ കോളത്തിൽ 87ൻ്റെ വാല്യൂ നോക്കി. മെയിൻ കോളത്തിൽ 87ൻ്റെ വാല്യൂ എന്തിന് നേരെ? മെയിൻ കോളത്തിൽ 87ൻ്റെ വാല്യൂ 7, 87.75 അല്ലേ. സോ ആ 7 എടുത്തു. എത്രയാണ്? 9425 കിട്ടി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? മീൻ ഡിഫറൻസ് എടുത്തു. മീൻ ഡിഫറൻസിൻ്റെ ഇതിന് നേരെ തന്നെ വേണം എടുക്കാൻ. അതിൻ്റെ മീൻ ഡിഫറൻസിൻ്റെ 5th കോളത്തിൽ ഏതാ വരുന്നത്? 2 ആണ് വരുന്നത്. സോ നമുക്ക് കിട്ടിയ ആ വാല്യൂവിൻ്റെ കൂടെ ഈ കിട്ടിയ വാല്യൂവിൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 9427 കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്തു? ഈ പോയിൻറ്റിന് ശേഷം എഴുതി. സോ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ലോഗ് കണ്ടുപിടിച്ചത്, 1.9427. നെക്സ്റ്റ് വണ്ണും അങ്ങനെ തന്നെയാണ് ലോഗ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെ ലോഗ് വാല്യൂസ് കണ്ടുപിടിച്ചു. ഈ ലോഗിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതെല്ലാം കൂടി ലോഗ് എക്സിൻ്റെ സമ്മ് ആഡ് ചെയ്തു. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9.2101 കിട്ടി. ഓക്കെ, സോ ജോമെട്രിക് മീനിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് എന്ത്? ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ബൈ എൻ. സിഗ്മ ലോഗ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു 9.2101 ബൈ എൻ. എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 5 എണ്ണം ഉണ്ട്. സോ 9.2101 ഡിവൈഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.84202 കിട്ടും. ഇനി നമ്മൾ ആൻറ്റി ലോഗ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ നമ്പറിൻ്റെ ആൻറ്റി ലോഗ് എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. അതായത് ആൻറ്റി ലോഗ് ഓഫ് 1.84202 ഈ വാല്യൂവിൻ്റെ ആൻറ്റി ലോഗ് കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ ആൻറ്റി ലോഗ് ഓഫ് 1.84202
ഇതിൻ്റെ ആൻറ്റി ലോഗാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പോയിൻറ്റിന് മുമ്പുള്ള ഈ 1 ഉണ്ടല്ലോ അത് നമ്മൾ ലീവ് ചെയ്യുക, അത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ബാക്കിയുള്ള നമ്പേഴ്സ് നോക്കിക്കേ, 0.84202. ബാക്കി പോയിൻറ്റിന് ശേഷമുള്ളതാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. പോയിൻറ്റിന് മുമ്പുള്ള ഡിജിറ്റ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ പോയിൻറ്റിന് മുമ്പുള്ള ഡിജിറ്റ്സ് നോക്കിക്കേ, 84202 അല്ലേ. നമുക്ക് ശരിക്കും ആൻറ്റി ലോഗ് എടുക്കാനോ ലോഗ് എടുക്കാനോ 4 ഡിജിറ്റ് ആവശ്യമുള്ളൂ. ഇവിടെ നോക്കിയാൽ എത്ര ഉണ്ട്? 5 ഡിജിറ്റ് ഉണ്ട്. സോ നമ്മൾ ആദ്യത്തെ 4 ഡിജിറ്റേ നമ്മൾ എടുക്കുന്നുള്ളൂ, അതായത് 0.8420 ആദ്യത്തെ 4 ഡിജിറ്റ് എടുത്തു. ഇനി നമ്മൾ ലോഗിനകത്ത് കണ്ടുപിടിച്ച പോലെ തന്നെ ലോഗരിതത്തിന് ഒരു ടേബിളുണ്ട്, ആൻറ്റി ലോഗരിതത്തിന് വേറൊരു ടേബിളുണ്ട്. സോ ആൻറ്റി ലോഗരിതത്തിൻ്റെ ടേബിളിലാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. സോ അതിനകത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, 0.84ൻ്റെ വാല്യൂ എടുക്കുക. 0.84ൻ്റെ വാല്യൂ ആൻറ്റി ലോഗരിതത്തിനകത്ത് എവിടെ ഉണ്ടെന്ന് നോക്കുക. അതായത് ഈ മെയിൻ കോളത്തിനകത്ത് 0.84ൻ്റെ വാല്യൂ എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് വരുന്നത് 0.84. 0.84ന് നേരെ വരുന്ന 2 എന്ന് പറഞ്ഞ കോളത്തിലെ വാല്യൂ ഏതാണ്? 2 എന്ന് പറഞ്ഞ കോളത്തിലെ വാല്യൂ നോക്കിയേ, 2 ഈ വാല്യൂ വരും 6950. അപ്പം മീൻ ഡിഫറൻസ് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടെ 0 ആണ്. മീൻ കോളത്തിനകത്ത് 0 ഇല്ലല്ലോ, സോ അത് നമുക്ക് നോക്കണ്ട. സോ 84ൻ്റെ മെയിൻ കോളം 84 നോക്കുക. എന്നിട്ട് സെക്കൻഡ് കോളത്തിൽ വരുന്ന വാല്യൂ ആയിട്ട് ഏത് വാല്യൂ ആയിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നത് നോക്കുക. ഏത് വാല്യൂ ആണ്? 6950 എന്ന് പറഞ്ഞ വാല്യൂ ആയിട്ടാണ് അത് കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇനിയാണ് നമുക്ക് നമ്മൾ ആദ്യം വിട്ട 1 എന്ന് പറഞ്ഞ ഡിജിറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ആവശ്യം ഇനിയാണ് വരുന്നത്. സോ നമുക്ക് ഈ 1 ഉണ്ടല്ലോ, ഈ 1ൻ്റെ കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. ഇനി നമ്മൾ ഈ പോയിൻ്റ് ഇടണം. എത്ര? ഈ 2 ഡിജിറ്റ്സ് മാറി നമുക്ക് 2 കിട്ടിയല്ലോ. ഈ 2നെ വെച്ച് ഇവിടെ 1 2 ഇവിടെ ഒരു പോയിൻ്റ് ഇടുക, കണ്ടോ? അപ്പോൾ നമുക്ക് 69.50 കിട്ടും. സോ ആൻറ്റി ലോഗ് ഓഫ് 1.84202 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്? 69.50. ദാറ്റ് ഈസ് ആൻറ്റി ലോഗ് ഓഫ് 1.84202ൻ്റെ വാല്യൂ എത്രയാണ്? 69.50. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു വാല്യൂ കൂടെ കണ്ടുപിടിച്ചു നോക്കാം. ഇനി നോക്കിയാൽ ആൻറ്റി ലോഗ് 3.0913. ഇതിൻ്റെ ആൻറ്റി ലോഗ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോയിൻറ്റിന് മുമ്പുള്ള വാല്യൂ നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്നില്ല, അതിപ്പം നമ്മൾ ഇഗ്നോർ ചെയ്തു. ഇനി നമ്മൾ എടുക്കുന്നത് പോയിൻറ്റിന് ശേഷമുള്ള ഡിജിറ്റ്സ് ആണ്. പോയിൻറ്റിന് ശേഷമുള്ള 4 ഡിജിറ്റ്സ്. ഇപ്പോൾ 5 ഡിജിറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ 4 ഡിജിറ്റ്സ് മാത്രം എടുത്താൽ മതി. സോ പോയിൻറ്റ്സിന് മുമ്പുള്ള ശേഷമുള്ള 4 ഡിജിറ്റ്സ് നമ്മൾ എടുത്തു. ഇനി ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുക? 0.09 വരുന്ന മെയിൻ കോളം ആൻറ്റി ലോഗിനകത്ത് ഏതാണെന്ന് നോക്കുക. 0.09 വരുന്ന മെയിൻ കോളം ഇതാണ് ആണല്ലോ. ഇനി വരുന്ന 1, അതിന് നേരെ വരുന്ന ഫസ്റ്റ് കോളത്തിലെ വാല്യൂ ഏതാണെന്ന് നോക്കുക. ഇതിന് നേരെ വരുന്ന ഫസ്റ്റ് കോളത്തിലെ വാല്യൂ എത്രയാണ്? 1233. ഇനി നമുക്ക് ഒരു ഡിജിറ്റ് കൂടെ ഉണ്ടല്ലോ, 3. ഇതെന്ന് പറയുന്നത് മീൻ ഡിഫറൻസ് ആണ്. ഈ മീൻ ഡിഫറൻസ് കോളം ഇതാണ് മീൻ ഡിഫറൻസ് കോളം. അതിനകത്ത് 3ക്ക് നേരെ വരുന്ന വാല്യൂ ഏതാണ്? 3ക്ക് നേരെ വരുന്ന വാല്യൂ 1. സോ ഇതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യുക. സോ ആ 1 ആണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. സോ 1 2 3 4 എന്ന് നമുക്ക് ആ വാല്യൂ കിട്ടി. ഇനിയാണ് നമ്മൾ ഈ 3 കൺസിഡർ ചെയ്യുന്നത്. ഈ 3യുടെ കൂടെ ഒരു +1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. സോ നമ്മൾ 4 പ്ലേസസ് മാറ്റി ഡെസിമൽ കുത്തുക. 1 2 3 4. സോ നമുക്ക് നമ്മുടെ വാല്യൂ എന്ത് കിട്ടും? 1234.0. ഈ പോയിൻ്റ് ഇവിടെ വരും, കാരണം ഈ 3 എന്ന് പറഞ്ഞാണല്ലോ നമ്മുടെ പോയിൻ്റ് മുമ്പുള്ള ഉണ്ടായിരുന്ന നമ്പർ. ആ നമ്പറിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. ആ 4 പ്ലേസസ് മാറ്റി നമുക്ക് കിട്ടിയ ആൻറ്റി ലോഗിൻ്റെ ഇതിലേക്ക് 4 പ്ലേസസ് മാറ്റി ഡെസിമൽ ഇടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1234.0 കിട്ടും. സോ നമ്മുടെ ആൻറ്റി ലോഗ് ഓഫ് 3.0913 എന്ന് പറയുന്നത് എന്ത് കിട്ടി? 1 2 3 4. ഇതാണ് നമ്മുടെ ആൻറ്റി ലോഗ് ഓഫ് 3.0913 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് വേറൊരു ടൈപ്പ് ലോഗരിതത്തിൻ്റെ വാല്യൂ. ഈ ലോഗ് 0.00005 എന്ന് പറഞ്ഞ വാല്യൂവിൻ്റെ ലോഗ് കണ്ടുപിടിക്കണം. അങ്ങനെ ഇതിൻ്റെ ലോഗ് കണ്ടുപിടിക്കണേ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? പോയിൻറ്റിന് ശേഷം എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കുക. പോയിൻറ്റിന് ശേഷം ഇവിടെ 2 സീറോസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരിത് ആഡ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? പോയിൻറ്റിന് ശേഷം 2 സീറോസില്ലേ, 2 സീറോസ് ഉണ്ട്, +1 ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും.
നമ്മളവിടെ 3 എന്ന് എഴുതി. എന്നിട്ട് അതിൻ്റെ പൊക്കത്തൊരു ബാർ ഇട്ടു. ഈ സീറോസിൻ്റെ കേസ് വരുമ്പോഴാണ് ഇവിടെ ഒരു ബാർ വരിക. സോ 3യുടെ മുകളിലൊരു ബാർ ഇട്ടു. ഇനി നമ്മൾ സാധാരണ ലോഗ് കണ്ടുപിടിച്ച പോലെ തന്നെ കണ്ടുപിടിക്കാം. പോയിൻറ്റിന് ശേഷം ഇവിടെ ഏത് ഡിജിറ്റാണ് വരുന്നത്? 5 അല്ലേ? 5 ആണല്ലോ പിന്നെ വരുന്ന ഡിജിറ്റ് പോയിൻറ്റിന് ശേഷം. സോ ആ 5 എടുക്കുക. ഇവിടെ നമ്മൾ ലോഗരിതം ടേബിളിനകത്ത് മെയിൻ കോളത്തിനകത്ത് 10 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ 5 ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്തു? 50 എടുത്തു. ഇവിടെ ഒരു 0 എടുത്തു. 50 എടുത്തു. ആ 50ക്ക് നേരെ വരുന്ന 0യുടെ വാല്യൂ എത്രയാണ്? 6990. സോ നമ്മുടെ ലോഗരിതം ഓഫ് 0.005ൻ്റെ വാല്യൂ എന്താണ്? 3 bar.6990. ഇതാണ് നമ്മുടെ വാല്യൂ. ഇനി വേറെ ആൻറ്റി ലോഗ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നെഗറ്റീവ് വാല്യൂസിൻ്റെ കേസിൽ ആൻറ്റി ലോഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സോ നോക്കിയാൽ ആൻറ്റി ലോഗ് ഓഫ് -2.1202 അതാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനാദ്യം നമ്മൾ -2നെ ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ആക്കി. ഇതിനെ -2 എന്ന് എഴുതി. അടുത്തതിനെ -0. ഈ ഡെസിമൽ പ്ലേസിനെ -0.1202 എന്ന് എഴുതി. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഈ വാല്യൂവിനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതി. -2 ആൻഡ് -0.1202 അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ ഓരോ 1 വെച്ച് ആഡ് ചെയ്തു. രണ്ട് സൈഡിലും അല്ല, ഇവിടെ 1 ആഡ് ചെയ്തു. ഇവിടെ 1 സബ്സ്ട്രാക്റ്റ് ചെയ്തു. ഇവിടെ ഒരു 1 ആഡ് ചെയ്തു. ഓക്കെ, ഞാൻ ഇപ്പോൾ ആദ്യം തൊട്ട് ഒന്നുകൂടെ പറയാം. നമ്മൾ നെഗറ്റീവ് വാല്യൂസിൻ്റെ കേസിൽ ആൻറ്റി ലോഗ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ വാല്യൂവിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. -2 എന്നും -0.1202 എന്നും സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ -1 ആഡ് ചെയ്യുകയും ഇവിടെ -1 ആഡ് ചെയ്യുകയും ഇവിടെ ഒരു +1 ആഡ് ചെയ്യുകയും കൂടെ ചെയ്തു. അപ്പം -2 -1 എത്രയാണ്? -3. ഇനി ഇത് രണ്ടും -0.1202ഉം +1.00 ഇതും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ വാല്യൂ 0.8798 എന്ന് കിട്ടും. ഓക്കെ, ഇത് ഇത്രയും കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മൾ ഇതിനെ രണ്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് നമ്മൾ ഇവിടേക്ക് ഒരു -1 ആഡ് ചെയ്തു, ഇവിടെ ഒരു +1 ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇത് ആഡ് ചെയ്തു. അപ്പോൾ -2 -1 എന്ന് പറയുന്നത് -3. ഈ നമ്പറിൽ നിന്ന് ഈ നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.8798 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ വാല്യൂ കൺസിഡർ ചെയ്യുക. ഈ വാല്യൂ മാത്രം എടുക്കുക. ഏതാണ്? 0.8798. ഇതിൻ്റെ ആൻറ്റി ലോഗരിതം ടേബിൾ വെച്ച് നോക്കുക. 0.87ൻ്റെ വാല്യൂ ഏതാണ്? മെയിൻ കോളത്തിൽ 87ൻ്റെ വാല്യൂ നോക്കുക. 87ൻ്റെ വാല്യൂ 9 എന്ന് പറഞ്ഞ കോളത്തിന് നേരെ വരുന്ന 87ൻ്റെ വാല്യൂ നോക്കുക. ഈ വാല്യൂ ആണല്ലോ വരുന്നത് 7568. എന്നിട്ട് മീൻ ഡിഫറൻസിനകത്ത് 8ൻ്റെ വാല്യൂ ഏതാ വരുന്നത്? 8ൻ്റെ വാല്യൂ മീൻ ഡിഫറൻസിനകത്ത് 14. സോ നമുക്ക് കിട്ടിയത് 7568 ആണ്. 87ന് നേരെ വന്ന 9 എന്ന് പറഞ്ഞ കോളത്തിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത വാല്യൂ 7568 ആണ്. അതിൻ്റെ കൂടെ 8 എന്ന് പറഞ്ഞ മീൻ ഡിഫറൻസ് എവിടെയാണ് വന്നതെന്ന് നോക്കിയേ? 12 അല്ലല്ലോ, 14. 8ൻ്റെ നേരെ താഴെ വന്ന മീൻ ഡിഫറൻസിൻ്റെ വാല്യൂ നോക്കുക, 14. ആ 14 ഇവിടെ ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് രണ്ടും ആഡ് ചെയ്തപ്പം 0.7582 എന്ന് കിട്ടി. 0.7582 കിട്ടി. സോ ഈ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നോക്കി, -3 അല്ലേ വന്നത്? സോറി, -3 അല്ല, ഈ -2 ആണ് ഇനി നമ്മൾ നോക്കേണ്ടത്. അതായത് ഈ വാല്യൂ, ഈ -2 നോക്കിക്കേ. ഈ -2 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? -2 ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു വാല്യൂവിനെ 100 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതായത് 0.7582നെ 100 വെച്ച് ഡിവൈഡ് ചെയ്യുക. -2 അല്ലേ, സോ 2 zeros അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇവിടെ -3 ആണെങ്കിൽ ഇവിടെ 3 0 വെച്ച് ഡിവൈഡ്, അതായത് 1000 വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ ഇവിടെ -1 ആണെങ്കിൽ 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ -2 ആയതുകൊണ്ട് നമ്മൾ ഇതിനെ 100 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് എന്ത് കിട്ടും? ഈ വാല്യൂ എന്ന് പറയുന്നത് 0.0075
82 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഈ നെഗറ്റീവ് വാല്യൂവിൻ്റെ ആൻറ്റിലോഗ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. സോ നമുക്ക് നെഗറ്റീവ് വാല്യൂവിൻ്റെ ആൻറ്റിലോഗ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. -2 എന്ന് എഴുതി, -0.1202 എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു -1ഉം +1ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, -2 -1 എന്ന് പറയുമ്പോൾ -3 കിട്ടി. ഇത് രണ്ടും പ്ലസ് ചെയ്തപ്പോൾ ഈ വാല്യൂ കിട്ടി. ഇനി നമ്മൾ ഈ വാല്യൂ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ 87 മെയിൻ കോളത്തിൽ വരുന്ന 9ന് താഴെ വരുന്ന വാല്യൂ ഏതാണെന്ന് നമ്മൾ നോക്കി. 7568 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. അതിൻ്റെ കൂടെ 8 മീൻ ഡിഫറൻസ് വരുന്ന വാല്യൂ ഏതാ, 14. ആ 14 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 0.7582 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. ഇനി എന്താ നമ്മൾ ചെയ്തത്, ഇനി നമ്മൾ ഈ -2 കൺസിഡർ ചെയ്തേ. ഈ -2 ആയതുകൊണ്ട് നമ്മൾ ഇതിനെ, ഈ കിട്ടിയ വാല്യൂവിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്തു, 100 വെച്ച് ഡിവൈഡ് ചെയ്തു. ഇനി ഇവിടെ -3 ആണ് കിടന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, 1000 വെച്ച് നമ്മളിതിനെ ഡിവൈഡ് ചെയ്തേനെ. അതുപോലെ 1 ആണ് കിടന്നിരുന്നെങ്കിലോ 10 വെച്ച് ഡിവൈഡ് ചെയ്തേനെ. അതുപോലെ 4 ആണ് കിടന്നിരുന്നെങ്കിലോ 10,000 വെച്ച് ഡിവൈഡ് ചെയ്തേനെ. സോ അത് ഇവിടുത്തെ വാല്യൂ എത്രയാണോ കിടക്കുന്നത് അത്രയും വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ -2 ആയതുകൊണ്ട് 100 വെച്ച് ഡിവൈഡ് ചെയ്തു. 100 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടി, 0.007582 കിട്ടി. ഇതാണ് നമ്മുടെ -2.1202ൻ്റെ ആൻറ്റിലോഗിൻ്റെ വാല്യൂ. ഓക്കെ. സോ ഒരു വാല്യൂവിൻ്റെ ലോഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു, ആൻറ്റിലോഗും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു. ഇനി നമ്മൾ അത് രണ്ടും കണ്ടുപിടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഇനി അടുത്ത് നോക്കി, നമ്മൾ ഇപ്പോൾ പഠിച്ചത് ഇൻഡിവിജ്വൽ കേസിൻ്റെ കാര്യത്തിലുള്ള ജോമെട്രിക് മീനാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസിൻ്റെ കേസിലാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജോമെട്രിക് മീൻ ഇൻ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. അതിൻ്റെ സ്റ്റെപ്സ് ആണ് പറഞ്ഞത്. ഫൈൻഡ് ലോഗരിതം ഓഫ് സൈസ് ഓഫ് ഐറ്റംസ്. തന്നിരിക്കുന്ന സൈസിൻ്റെ ലോഗരിതം ആദ്യം കണ്ടുപിടിക്കുക. മൾട്ടിപ്ലൈ വിത്ത് ഫ്രീക്വൻസീസ്. തന്നിരിക്കുന്ന ഫ്രീക്വൻസി വെച്ച് ആ log xനെ മൾട്ടിപ്ലൈ ചെയ്യാം. ആഡ് ദം. എന്നിട്ട് എന്താ, ആ f ഇൻറ്റു log xന് നമ്മൾ കിട്ടിയ വാല്യൂസ് ആഡ് ചെയ്യുക. ദെൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി, അതായത് സിഗ്മ എഫ് വെച്ച് അതിനെ ഡിവൈഡ് ചെയ്യുക. ആൻഡ് ദെൻ ഫൈൻഡ് അൽഗോരിതം. ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ അൽഗോരിതം കണ്ടുപിടിക്കുക. സോ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ കേസിൽ ആൻറ്റിലോഗിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്, ആൻറ്റിലോഗ് അല്ല ജോമെട്രിക് മീനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ജോമെട്രിക് മീൻ ഇസ് ഈക്വൽ ടു ആൻറ്റിലോഗ് ഓഫ് സിഗ്മ എഫ് ഇൻറ്റു log x ബൈ n. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ജോമെട്രിക് മീൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ. സൈസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. സൈസ് എന്തൊക്കെയാണ്, 5, 8, 10, 12 എഴുതി, കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എഴുതി. ഇനി log x കണ്ടുപിടിക്കണ്ടേ. log x കണ്ടുപിടിക്കാൻ നമ്മൾ ലോഗ് ടേബിൾ വെച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വാല്യൂസിൻ്റെ എല്ലാം log x കണ്ടുപിടിച്ചു. പിന്നെ ഈ log x കണ്ടുപിടിച്ചിട്ട് f ഇൻറ്റു log x ചെയ്തു, അതിൻ്റെ സം എടുത്തു. സോ ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് എന്താ, ആൻറ്റിലോഗ് ഓഫ് സിഗ്മ എഫ് ഇൻറ്റു log x. അത് എത്രയാണ്, ഈ വാല്യൂ 9.1865/10 വിച്ച് ഇസ് ഈക്വൽ ടു ആൻറ്റിലോഗ് ഓഫ്, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 0.91865 എന്ന് കിട്ടും. എന്നിട്ട് ഈ വാല്യൂവിൻ്റെ ആൻറ്റിലോഗ് കണ്ടുപിടിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ വാല്യൂവിൻ്റെ ആൻറ്റിലോഗ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ജോമെട്രിക് മീൻ കിട്ടും. ഇനി ഇത് നോക്കി, ഇതൊരു കണ്ടിന്യൂസ് സീരീസാണ്. കണ്ടിന്യൂസ് സീരീസ് നോക്കി ക്ലാസ് ഇൻ്റർവെൽ തന്നിട്ടുണ്ട്. അങ്ങനെ ക്ലാസ് ഇൻ്റർവെൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. അതായത് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് മിഡ് വാല്യൂസ് കിട്ടും. അങ്ങനെ എല്ലാത്തിൻ്റെയും മിഡ് വാല്യൂസ് കണ്ടുപിടിച്ചു. എന്നിട്ട് എഫ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ കിട്ടിയ മിഡ് വാല്യൂസിൻ്റെ ലോഗ് കണ്ടുപിടിക്കുക. അത് എന്നിട്ട് എഫ് ഇൻറ്റു log x ചെയ്യുക. ബാക്കിയെല്ലാം ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ആൻ ഇക്കണോമി ഗ്രോസ് അറ്റ് ദ റേറ്റ് ഓഫ് 2% ഇൻ ദ ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയറിൽ 2% ഗ്രോ ചെയ്യുന്നു. സെക്കൻഡ് ഇയറിൽ 2.5%, തേർഡ് ഇയറിൽ 3%, ഫോർത്ത് ഇയറിൽ 4%, അങ്ങനെ 10th ഇയറിൽ 10% ഗ്രോ ചെയ്യുന്നു. അതിനെയാണ് ഇവിടെ എക്സ് ആയിട്ട് എടുത്തത്. സോ 100 നോക്കി, 2% ഇൻ ഫസ്റ്റ് ഇയർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ 100 + 2 ദാറ്റ് ഈസ് 102. ഇനി നോക്കി 2.5% ഇൻ സെക്കൻഡ് ഇയർ. സോ 100 പ്ലസ് പെർസെൻറ്റേജ് രീതിയിലാണ് വന്നിരിക്കുന്നത്. സോ 100 + 2.5 അതായത് 102.5. അങ്ങനെ എക്സിൻ്റെ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചു. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള log x കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ജോമെട്രിക് മീൻ കണ്ടുപിടിച്ചു. ഓക്കെ. ഇനി യൂസസ് ഓഫ് ജോമെട്രിക് മീൻ. ജോമെട്രിക് മീൻ ഈസ് യൂസ്ഫുൾ ഇൻ ദ ഫോളോയിങ് കോണ്ടെക്സ്റ്റ്: ടു ഫൈൻഡ് ദ ആവറേജ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻസ് എക്സെട്ര.
എന്തിൻ്റെ കേസിലാണ് ആവറേജ് പെർസെൻറ്റേജ് ഫൈൻഡ് ചെയ്യാൻ, എവിടെ സെയിൽസിലും പ്രൊഡക്ഷൻസിലും. ടു ഫൈൻഡ് ദ ഇൻഡെക്സ് നമ്പർ ആസ് ദേ ഷോ റിലേറ്റീവ് ചേഞ്ചസ്, ഇൻഡെക്സ് നമ്പർ ഫൈൻഡ് ചെയ്യാൻ. വെൻ ദ ലാർജ് വെയ്റ്റ്സ് ആർ ഗിവൺ ടു സ്മോൾ ഐറ്റംസ് ആൻഡ് സ്മോൾ വെയ്റ്റ്സ് ടു ലാർജ് ഐറ്റംസ്, അങ്ങനെയുള്ള സിറ്റുവേഷൻ, അതായത് ലാർജ് വെയ്റ്റ്സ് സ്മോൾ ഐറ്റത്തിന്, ചെറിയ ഐറ്റത്തിന് ഒത്തിരി വെയ്റ്റ്സും സ്മോൾ വെയ്റ്റ്സ് ഫോർ ലാർജ് ഐറ്റത്തിന് സ്മോൾ വെയ്റ്റ്സും കൊടുക്കുന്ന കേസിൽ, ദാറ്റ് ഈസ് വെൻ ദർ ആർ എക്സ്ട്രീം വാല്യൂസ്, അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ ജോമെട്രിക് മീൻ യൂസ് ചെയ്യുന്നത്. ഇനി മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ജോമെട്രിക് മീൻ. ജോമെട്രിക് മീൻ ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്താണ് വരുന്നത്. ഇറ്റ് ഈസ് റിജിഡ്ലി ഡിഫൈൻഡ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ആവറേജിങ് റേഷ്യോസ് ആൻഡ് പെർസെൻറ്റേജ്. ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് വെരി മച്ച് ബൈ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് കേപ്പബിൾ ഫോർ ഓൾജിബ്രാക് ട്രീറ്റ്മെൻറ്റ്. ഓൾജിബ്രാക് ട്രീറ്റ്മെൻറ്റിൽ കേപ്പബിൾ ആണ്. നെക്സ്റ്റ് ഇത് മെറിറ്റ്സ് ആണ് പറഞ്ഞത്. ഇതിന് ഡിമെറിറ്റ്സ് എന്താണെന്ന് നോക്കിയേ. ജോമെട്രിക് മീൻ ഹാസ് ഇറ്റ്സ് ഓൺ ഡിമെറിറ്റ്സ് ഓൾസോ. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇറ്റ് കാനോട്ട് ബി കമ്പ്യൂട്ടഡ് വെൻ ദർ ആർ ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വാല്യൂസ് ഓർ വെൻ വൺ ഓർ മോർ ഓഫ് ദ വാല്യൂ ഈസ് സീറോ. സോ ഈ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഇതൊക്കെയാണ് ജോമെട്രിക് മീനിൻ്റെ മെറിറ്റ്സും ലിമിറ്റേഷൻസും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഹാർമോണിക് മീൻ. നമ്മൾ നേരത്തെ ജോമെട്രിക് മീൻ പഠിച്ചു, ഇനി ഹാർമോണിക് മീനാണ് പഠിക്കുന്നത്. ഹാർമോണിക് മീൻ of a set of n values is defined as the reciprocal of the mean of the reciprocals of these values. നോക്കിയേ, അതിൻ്റെ എക്സാമ്പിൾ, അതായത് x1 x2 എക്സെട്ര x എന്ന് പറഞ്ഞ n വാല്യൂസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹാർമോണിക് മീൻ എന്താണ്? n ഡിവൈഡഡ് ബൈ ഇതിൻ്റെ എല്ലാം റെസിപ്രോക്കൽസിൻ്റെ സമ്മ്, അതായത് തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ എല്ലാം റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? x1ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/x1, x2ൻ്റെ എന്ന് പറയുമ്പോൾ 1/x2, ഇതിൻ്റെ എല്ലാ റെസിപ്രോക്കൽസിൻ്റെ സമ്മ് ഇസ് ഈക്വൽ ടു n ബൈ സിഗ്മ. ഇതിൻ്റെ എല്ലാ സമ്മിനെ എങ്ങനെ എഴുതി? സിഗ്മ 1/x എന്ന് എഴുതി. ദെർഫോർ ഹാർമോണിക് മീൻ ഇസ് മെയിൻലി യൂസ്ഡ് വെൻ ഇറ്റ് ഈസ് ഡിസയർഡ് ടു ഗീവ് ദ ഗ്രേറ്റസ്റ്റ് വെയ്റ്റ് ടു ദ സ്മോളസ്റ്റ് ഐറ്റം. എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? സ്മോളസ്റ്റ് ഐറ്റത്തിന് ഗ്രേറ്റസ്റ്റ് വെയ്റ്റ് ഡിസൈഡ് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമ്മൾ ഹാർമോണിക് മീൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ആവറേജിങ് റേറ്റ്സ്, ടൈംസ് എക്സെട്ര. ഇത് എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത്? ആവറേജിങ് റേറ്റ്സിൻ്റെ കേസിലും ടൈംസിൻ്റെ കേസിലും അങ്ങനെയാണ് ഹാർമോണിക് മീൻ അപ്ലൈ ചെയ്യുന്നത്. സോ ഹാർമോണിക് മീനിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ set of n values is defined as the reciprocal of the mean of the reciprocals of these values. അതായത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ സം എടുക്കണം, എന്നിട്ട് n ഡിവൈഡഡ് ബൈ ആ സമ്മ്, ദാറ്റ് ഈസ് ഈക്വൽ ടു n ബൈ സിഗ്മ 1/x. സോ ഹാർമോണിക് മീനിൻ്റെ ഫോർമുല ഇതാണ്, n ബൈ സിഗ്മ 1/x എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഇത് നോക്കാം, ഇൻഡിവിജ്വൽ കേസിൻ്റെ കാര്യത്തിൽ ഹാർമോണിക് മീൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന്. ഫൈൻഡ് റെസിപ്രോക്കൽസ് ഓഫ് ഓൾ ദ വാല്യൂസ്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ റെസിപ്രോക്കൽസ് കണ്ടുപിടിക്കാം, അതായത് 1/x ആൻഡ് ദെൻ സം 1/x, എന്നിട്ട് അതിൻ്റെ എല്ലാ സമ്മ് കണ്ടുപിടിക്കുക. ഡിവൈഡ് ദ നമ്പർ ഓഫ് വാല്യൂസ് ബൈ ദിസ് സം. ഇനി നമുക്ക് എത്ര വാല്യൂസ് തന്നിട്ടുണ്ടോ അത് വെച്ച് ഈ സമ്മിനെ ഡിവൈഡ് ചെയ്യാം. ദെർഫോർ ദ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? n ബൈ സിഗ്മ 1/x. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഫൈൻഡ് ദ ഹാർമോണിക് മീൻ ഓഫ് ദ ഫോളോയിങ് വാല്യൂസ്. എക്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്, എത്ര? 2 3 4 5. ഇനി നമ്മൾ 1/x കണ്ടുപിടിക്കുക, അതായത് 1/2 1/3 1/4 1/5 ഇത് ഓരോന്നും കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ സം എടുക്കുക, അതായത് സിഗ്മ 1/x കണ്ടുപിടിക്കുക. ദെർഫോർ ഹാർമോണിക് മീൻ ഇസ് ഈക്വൽ ടു n ബൈ സിഗ്മ 1/x. n ഇവിടെ എത്രയുണ്ട്? 1 2 3 4. n എന്ന് പറയുന്നത് 4. സോ 4 ബൈ ഇതിൻ്റെ എല്ലാം സം എത്രയാണ്? 1.28 ഇസ് ഈക്വൽ ടു 3.125. സോ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാൻ എളുപ്പമല്ല, ആ ഫോർമുലയിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. Next question, the marks obtained by 7 students are 5 10 15 20 25 30 and 45. മാർക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ റെസിപ്രോക്കൽസ് കണ്ടുപിടിക്കുക, സമ്മ് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ ഹാർമോണിക് മീൻ ഇൻഡിവിജ്വൽ കേസിൻ്റെ കാര്യത്തിൽ. ഇനി ഹാർമോണിക് മീൻ ഇൻ ദ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസിൻ്റെ കാര്യത്തിൽ ഹാർമോണിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ഫൈൻഡ് ദ റെസിപ്രോക്കൽ ഓഫ് സൈസ് ഓഫ് ദ ഐറ്റംസ്. ഐറ്റത്തിൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിക്കാം, ഫ്രീക്വൻസി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സം എടുക്കുക, എന്നിട്ട് ക്യാപിറ്റൽ n ബൈ സിഗ്മ f ഇൻറ്റു 1/xയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെർഫോർ ഫോർമുല എന്താണ്? ക്യാപിറ്റൽ n എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസികളുടെ സമ്മ് ഡിവൈഡഡ് ബൈ സിഗ്മ f ഇൻറ്റു 1/x. ഓക്കെ, ഇതാണ് ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സീരീസിൻ്റെ കേസിൽ ഹാർമോണിക് മീനിൻ്റെ ഫോർമുല. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഹാർമോണിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. സൈസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. സൈസ് ഫ്രീക്വൻസി എഴുതി. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്?
എക്സ് തന്നിട്ടുണ്ടല്ലോ 1/x കണ്ടുപിടിക്കുക. എന്നിട്ട് എഫ് ഇൻറ്റു 1/x ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. എഫ് ഇൻറ്റു 1/x കണ്ടുപിടിക്കുക. അതിൻ്റെ സം കണ്ടുപിടിക്കുക. സോ ഹാർമോണിക് മീൻ ഈസ് ഈക്വൽ ടു n ബൈ ആ ഫോമുലയിലേക്ക് അപ്ലൈ ചെയ്യുക. n എത്രയാണ് ഇവിടെ 100. എഫ് ഫ്രീക്വൻസിയുടെ സം അതാണ് n എന്ന് പറയുന്നത് 100. പിന്നെ എഫ് ഇൻറ്റു 1/xൻ്റെ സമ്മ് 10.032 വിച്ച് ഈസ് ഈക്വൽ ടു 9.97. സോ ഇൻ ദ കേസ് അപ്പം നമ്മൾ ഡിസ്ക്രീറ്റ് കേസിൻ്റെ കേസിൽ ഇങ്ങനെയാണ് ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുന്നത്. ഇനി കണ്ടിന്യൂസ് സീരീസിൻ്റെ കേസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ക്ലാസ് ഇൻ്റർവെല്ലാണ് തന്നിരിക്കുന്നത്. ക്ലാസ് ഇൻ്റർവെല്ലിന് തന്നു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മിഡ് എക്സ് കണ്ടുപിടിക്കാം. മിഡ് എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാമല്ലോ. അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് മിഡ് എക്സ് കിട്ടും. എന്നിട്ട് റെസിപ്രോക്കൽ കണ്ടുപിടിക്കുക. ബാക്കിയെല്ലാം സെയിം മറ്റേ രീതിയിൽ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഹാർമോണിക് മീൻ. എന്താണ് ഹാർമോണിക് മീനിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും? Harmonic mean possesses most of the important properties of a good average. Harmonic mean possesses most of the important properties of a good average. It is based on all the observation. അത് എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്തിരിക്കുന്നു. It is amenable to more algebraic treatment. It is not affected much by sampling fluctuation. സാമ്പിളിംഗ് ഫ്ലക്ച്വേഷനുമായിട്ട് അത് അഫക്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് റിജിഡ്ലി ഡിഫൈൻഡ്. ഇറ്റ് ക്യാൻ ബി യൂസ് ടു ആവറേജ് റിലേറ്റീവ് വാല്യൂസ്. ഇതെല്ലാം അതിൻ്റെ മെറിറ്റ്സ് ആണ്. ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ് ആൻഡ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. കാൽക്കുലേറ്റ് ചെയ്യാൻ ഇറ്റ്സ് ഡിഫിക്കൽട്ടാണ്, മനസ്സിലാക്കാനും പാടാണ്. ഇറ്റ് ഗീവ്സ് ഗ്രേറ്റർ വെയ്റ്റ് ടു ലാർജർ ഐറ്റംസ്. ഇറ്റ് cannot be computed when there are both negative and positive items or when an item is zero. എപ്പോഴാണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്? പോസിറ്റീവ് ഐറ്റംസും നെഗറ്റീവ് ഐറ്റംസും സീറോയും ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ അത് കമ്പ്യൂട്ട് ചെയ്യാൻ പാടാണ്. സോ ഹാർമോണിക് മീൻ ഈസ് നോട്ട് എ പോപ്പുലർ ആവറേജ്. അതുകൊണ്ട് തന്നെ ഹാർമോണിക് മീൻ എന്താ പോപ്പുലർ അല്ല. ഇനി യൂസസ് ഓഫ് ഹാർമോണിക് മീൻ എന്തൊക്കെയാണ്? ഹാർമോണിക് മീൻ ഈസ് യൂസ്ഫുൾ ഫോർ കമ്പ്യൂട്ടിംഗ് ദ ആവറേജ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്സ്. ആവറേജ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്സ്. പ്രോഫിറ്റ്സിൻ്റെ ഇൻക്രീസിലും ആവറേജ് റേറ്റ് ഓഫ് സ്പീഡിലും ആവറേജ് പ്രൈസിൻ്റെ കേസിലുമാണ് ഹാർമോണിക് മീൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് മീൻ മീഡിയൻ മോഡ് പഠിച്ചു. പിന്നെ നമ്മൾ ആവറേജസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ആവറേജസ്. അരിത്തമെറ്റിക് മീനും മീഡിയനും മോഡും. പിന്നെ നമ്മൾ മാത്തമാറ്റിക്കൽ ആവറേജസ് എന്തൊക്കെയാണ്? അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ. അത് രണ്ടും ഇപ്പം നമ്മൾ എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പൊസിഷണൽ ആവറേജസ് എന്തൊക്കെയാണ്? മീഡിയനും മോഡും. അത് രണ്ടും എന്താണെന്ന് പഠിച്ചു. സോ ആ സെക്ഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പാർട്ടീഷ്യൻ വാല്യൂസ് എന്നാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ.